അപ്പനും അമ്മയും മക്കളെ ഒരുമിച്ച് കിടത്തണോ അതെയോ മാറ്റി കിടത്തണോ എന്നൊരു ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ഒരുമിച്ച് കിടത്താം, പക്ഷെ മിക്ക സമയങ്ങളിലും മാറ്റി കിടത്തുക എന്നുള്ളതാണ് നല്ലത്. അത് ഏത് പ്രായം മുതൽ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 7 വയസ്സ് മുതൽ നമുക്ക് മാറ്റി കിടത്തി തുടങ്ങാം. അങ്ങനെ മാറ്റി കിടത്തുന്ന സമയത്ത് അവരെ ഒന്ന് ശീലിപ്പിക്കുക. ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ മുറിയിൽ വേറൊരു ബെഡ് ഇട്ട് കൊടുത്തിട്ട് അവിടെ എന്ത് ചെയ്യുക, അവരെ മാറ്റി കിടത്തുക. അതിനുശേഷം മറ്റൊരു റൂമിലേക്ക് നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് മാറ്റി കിടത്തുക. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ചില സമയങ്ങളിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾ ചില കാര്യങ്ങളൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനും അമ്മയും കൂടി സെക്സ് ചെയ്യുന്നത് കണ്ടു എന്ന് വിചാരിക്കുക. ആ കാണുന്ന കാര്യം കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. കാരണം വസ്ത്രമില്ലാതെയൊക്കെയാണല്ലോ സെക്സ് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് നടക്കുക. അപ്പോൾ ഈ കുട്ടികൾ ഇത് കണ്ടതിന് ശേഷം മറ്റു കുട്ടികളുടെ അടുത്തൊക്കെ പോയിട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വയസ്സുകാരൻ അയൽപക്കത്തെ വീട്ടിൽ പോയിട്ട് അവിടെ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയോട് ചോദിച്ചു, നീ ഒന്ന് ഡ്രസ്സ് മാറാമോ, എനിക്കിതിനെ ഒന്ന് കെട്ടിപ്പിടിക്കാനാണ്. കാരണം അവന് അപ്പനും അമ്മയും സെക്സ് ചെയ്യുന്നത് അവരുടെ കൂടെ കിടക്കുന്ന സമയത്ത് കണ്ടു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കിയില്ലെങ്കിൽ പിള്ളേരുടെ മനസ്സിലേക്ക് സെക്സ് എന്ന് പറയുന്ന കാര്യത്തിന്റെ അതൊരു വൈകൃതമായിട്ടുള്ള രീതിയിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികളെ മാറ്റിക്കിടത്തുന്ന കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട, സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റിക്കിടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പലപ്പോഴും അപ്പനും അമ്മയ്ക്കൊക്കെ ഒരു വല്ലാത്തൊരു ഫീലാണ് മോനെ അല്ലെങ്കിൽ മോളെ അടുത്തുനിന്ന് മാറ്റിക്കിടത്തുക എന്ന് പറയുന്നത്. പക്ഷെ ആ ഫീല് നമ്മൾ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ക്യാരക്ടർ, ബിഹേവിയർ രീതികളിലൊക്കെ കുറേയധികം ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.